നാടും നഗരവും കുട്ടികളെല്ലാം ഒരുപോലെ മത്സരച്ചൂടിലുമാണ്. ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ ഒരുപാട് ഇവിടെ എത്തുന്നുണ്ട്. ഈ വിദ്യാർത്ഥികൾക്കെല്ലാം പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദവും പിരിമുറുക്കവും എല്ലാം ഉണ്ടാകാറുണ്ട്. വിചാരിച്ച ഗ്രേഡ് നേടാനാവുമോ, അല്ലെങ്കിൽ വിചാരിച്ച തരത്തിൽ പെർഫോമൻസ് കാഴ്ചവെക്കാനാകുമോ, അങ്ങനെ ഒരുപാട് ടെൻഷനുകൾ അവർക്കുള്ളിലുണ്ട്. ഇങ്ങനെയുള്ള സമയങ്ങളിൽ അവർക്കൊപ്പം നിന്ന് അവരുടെ ടെൻഷനെല്ലാം അകറ്റി അവരെ ഒന്ന് ഉഷാറാക്കിയെടുക്കാൻ സഹായിക്കുന്നതാണ് വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെ സ്പോർട് കൗൺസിലിംഗ് ഹെൽപ്പ് ഡെസ്ക്. കലോത്സവത്തിന്റെ പ്രധാന വേദിയായ MT നിള അഥവാ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരു 22-ാം നമ്പർ സ്റ്റാളുണ്ട്. കൈത്താങ്ങിന്റെ പിന്തുണയുടെ ഒരു ഹെൽപ്പ് ഡെസ്ക്. കലോത്സവ വേദിയിലെത്തുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും മാനസിക പിന്തുണ നൽകുക എന്നതാണ് അവരുടെ ലക്ഷ്യം. കൗൺസിലിംഗ് ആവശ്യമെന്ന് തോന്നുന്ന ആർക്കും നേരിട്ടിവിടെ എത്താം, പ്രശ്നങ്ങൾ പറയാം. ജില്ലാ ശിശു സംരക്ഷണ സമിതി ഉദ്യോഗസ്ഥ SJ സുജയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തെ 35 സൈക്കോ സോഷ്യൽ സ്കൂൾ കൗൺസിലർമാരാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ വനിതാ ശിശു വികസന വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂൾ കൗൺസിലേഴ്സാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ശരിക്കും കുട്ടികൾ വരാറുണ്ട്, പേരൻസും ഒക്കെ വരാറുണ്ട്. അവർക്ക് വേണ്ട മാനസിക പിന്തുണയാണ് നമ്മൾ പ്രധാനമായിട്ടും പ്രദാനം ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ബാക്കി അല്ലാത്ത ആൾക്കാരും എല്ലാം സ്റ്റോൾ വിസിറ്റ് ചെയ്യാറുണ്ട്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികളുടെ അല്ല, ആദ്യത്തെ കാലം ഇപ്പം കൂടി വരുന്നുണ്ട്. എന്നുവെച്ചാൽ ഈ സ്റ്റോള് 22 എന്നുള്ളത് ഇപ്പം കുട്ടികളെല്ലാം അറിഞ്ഞു വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം കൂടുന്നുണ്ട്. ടെൻഷൻ അടിച്ചിരിക്കുന്ന കുട്ടികളുടെ മുഖങ്ങൾ കലോത്സവത്തിൽ എല്ലായിടത്തും കാണാവുന്ന ഒന്നാണ്. കുട്ടികളിലെ പലവിധ ആകുലതകൾ, സങ്കടങ്ങൾ എന്നിവ ചോദിച്ചറിയാനും അവർക്ക് മത്സരത്തിലെ പങ്കാളിത്തത്തിന്റെ പ്രാധാന്യവും ജീവിത വിജയത്തിനായുള്ള പ്രതീക്ഷ നൽകുകയുമാണ് കൗൺസിലർമാർ കലോത്സവ സമയത്ത് ചെയ്യുക. കുട്ടികൾക്കൊപ്പം തന്നെ രക്ഷിതാക്കൾക്കും കൃത്യമായ അവബോധമുണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങളും ഈ ഹെൽപ്പ് ഡെസ്കിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. എല്ലാ ദിവസവും 2 ഷിഫ്റ്റുകളിലായി കൗൺസിലർമാർ സേവന സന്നദ്ധരായി ഹെൽപ്പ് ഡെസ്കിൽ ഉണ്ടാകും. സ്കൂളുകളിൽ ഞങ്ങൾ ഓരോരുത്തരും ഓരോ സ്കൂളിൽ വർക്ക് ചെയ്യണവരാണ്. അപ്പോൾ അവിടുത്തെ തന്നെ നമുക്കറിയാൻ പറ്റും. എന്നുവെച്ചാൽ പഴയ കാലത്തെ കുട്ടികളല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഒത്തിരി കുട്ടികളിലുള്ള വിഷയങ്ങളാണെങ്കിലും ഒത്തിരി വ്യത്യാസങ്ങളാണ്. അപ്പോൾ അതനുസരിച്ച് മാറ്റങ്ങൾ ഒത്തിരി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാലത്ത് ഇതിൻ്റെ ഒരു ആവശ്യകത എല്ലാവർക്കും അറിയായിരിക്കും. ആ ഒരു ഇത് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ആയാലും നമുക്ക് ഒത്തിരി ആ ഒരു പിന്തുണ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അവരുടെ സഹകരണം ഒത്തിരി കിട്ടുന്നുണ്ട് ഇവിടെ. വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ ഈ സേവനമുള്ളത് കലോത്സവ വേദികളിൽ മാത്രമല്ല, അങ്കണവാടി തലം മുതലുണ്ട് എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത. പഠന വൈകല്യം അടക്കമുള്ള വിഷയങ്ങൾ കണ്ടെത്തി കൃത്യമായ അവബോധം നൽകാനുള്ള ശ്രമങ്ങളും വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ കീഴിലുള്ള ICDS സ്കീമിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ കൗമാരക്കാർക്ക് വേണ്ടിയുള്ള ക്ലാസുകൾ, രക്ഷിതാക്കൾക്കായുള്ള ബോധവൽക്കരണം എന്നിവയും ഈ പ്രോഗ്രാമിലൂടെ നടത്തി വരുന്നുണ്ട്. ഉണ്ട്. നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴും പേരൻസിനും ഒക്കെ കൂടെ ചേർത്ത് തന്നെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കണം. കാരണം കോമ്പറ്റിറ്റീവ് മെൻറ്റാലിറ്റി ആണല്ലോ എല്ലാവർക്കും. അപ്പോൾ അത് എത്രത്തോളം കുട്ടികളെ ബാധിക്കുന്നതെന്ന് നമ്മൾ പറയാതെ തന്നെ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ആ ഒരു ഇത് കുറയ്ക്കുകയാണ് നമ്മളെ ഉദ്ദേശം. അതിപ്പോൾ പേരൻസിനായാലും കുട്ടികൾക്കായാലും. അതെ. കാരണം ഒരു കുഞ്ഞൊരു മത്സരത്തിന് പെർഫോം ചെയ്യുകയാണ് പ്രധാനം, അല്ലാതെ അവിടെ ഒരു മത്സരമല്ല ഉദ്ദേശിക്കുന്നത്. ആ ഒരു തന്നെയാണ് ഞങ്ങൾ അവർക്ക് കൺവേ ചെയ്യുന്ന മെസ്സേജ്. കുട്ടികളിലൂടെ വളരെ മികച്ചൊരു തലമുറയെ വാർത്തെടുക്കാനും അതിലൂടെ നല്ലൊരു സമൂഹത്തെ പടുത്തുയർത്താനുമുള്ള സർക്കാരിന്റെ ഈ ശ്രമങ്ങൾ വരും കാലങ്ങളിൽ ചരിത്രപരമായ മാറ്റങ്ങൾ തന്നെ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. കലോത്സവത്തിലെ ഈ സ്റ്റാൾ വലിയൊരു പ്രതീക്ഷയുടെ വെളിച്ചമാണ്. സഹായത്തിന്റെ, സ്നേഹത്തിന്റെ ഭാഷയിലൂടെ ആ വെളിച്ചം പലവിധ കാതങ്ങൾ താണ്ടി പുറത്തേക്ക് പരക്കുക തന്നെ ചെയ്യും. അരുണിമ കലാപ്രദീപ്, കൈരളി ന്യൂസ് ഓൺലൈൻ.